റീത്ത്, ഇവിടെ സിനിമാ മേഖലയിൽ നമുക്കറിയാം ഇത് വലിയ ചർച്ചയാവുകയും ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുകയും മറ്റും ചെയ്തു. ഇപ്പോൾ ഞാൻ പ്രധാനമായും ഇന്ന് കേട്ടത് മേജർ രവിയുടെ അഭിപ്രായം. കാരണം ഷൈൻ ടോം ചാക്കോ നല്ല മനുഷ്യനാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ വെളുത്ത പൊടി തൊപ്പി എന്നൊക്കെ പറയുന്നത് ഈ ലഹരി എന്ന സാധനങ്ങൾ തുപ്പിക്കളയാനുള്ളതാണോ, അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ. ഒപ്പം മാലാ പാർവതിയും പരാമർശങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കണം. അഭിമുഖത്തിൽ അവർ പറയുന്നത് ഇതിനെ ഇങ്ങനെ അല്ല നേരിടേണ്ടത് എന്നുള്ളതാണ്. ആദ്യം നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ചുകൊണ്ട് വന്നു, പിന്നീട് ക്ഷമ പറഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ്. അതിനുശേഷം വീണ്ടും അഭിമുഖത്തിൽ വീണ്ടും ഇത്തരം നിലപാടുകൾ എടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് സിനിമാക്കാർ ഒന്നടങ്കം ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് വിൻസിക്കൊപ്പം നിൽക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ചോദ്യമുനയിൽ ഷൈൻ ടോം ചാക്കോ എത്തുകയും താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് സമ്മതിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരം വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് ശ്രീജിത്ത് കരുതുന്നത്? ശ്രീരഞ്ജിത്ത്, ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട സീനിയർ ആയിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിൽ. കാരണം നമുക്കറിയാം, അല്പം മുമ്പ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ശ്രീമതി മാലാ പാർവതി മുമ്പ് സ്വീകരിച്ചിരുന്ന പല സ്ത്രീ സൗഹൃദ നിലപാടുകളുമുണ്ട്. സ്ത്രീകൾ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല പൊതുവെ തൊഴിലിടത്തിൽ അവർ നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ വോക്കലായി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു അഡ്വക്കസി എടുത്തിരുന്നത് അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് പിന്നീട് നിരന്തരം സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, നമ്മൾ ഇതിനെയൊക്കെ തന്നെ വളരെ ട്രിവിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ പ്രധാനപ്പെട്ട കുഴപ്പം. ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇറ്റ് ഈസ് ഹരാസ്മെന്റ്. അപ്പൊ നമ്മൾ അതിന് ഒരു പണിഷ്മെന്റിന്റെ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അതിലെ വലിപ്പ ചെറുപ്പം ഒക്കെ തന്നെ ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മളൊരു സമൂഹ ജീവി എന്ന രീതിയിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിനെ അതിന്റെ തീവ്രത കുറവാണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ വിലയിരുത്തേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ചെറിയ രീതിയിൽ പോലും ഒരു സ്ത്രീക്കെതിരെ അവരുടെ തൊഴിലിടത്തിലായിക്കോട്ടെ മറ്റൊരു സ്ഥലത്തായിക്കോട്ടെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള എനി ഫോം ഓഫ് ഹാരാസ്മെന്റ് ഉണ്ടായാൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ സമീപിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന രീതിയിലത്തേക്കുള്ള തോന്നലുണ്ടാകും. അപ്പൊ അതൊരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല. ഒരുപക്ഷെ ആദ്യം തന്നെ വളരെ ശക്തമായി പ്രതികരിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. 2, നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റിനെ സമീപിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. 3, ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മുടേത് സ്ത്രീ സൗഹൃദ നിയമങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൊലോങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ എനിക്ക് പരാതിയില്ല എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയും അത് മറ്റെന്തെങ്കിലും ഒരു മാർഗത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെറ്റിൽ ചെയ്യാം, ഒരു കോംപ്രമൈസിന് പോകാം എന്നൊക്കെ പലപ്പോഴും പലരും ചിന്തിക്കുന്നതും. അപ്പൊ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ നമുക്ക് ഇനിയും ഉണ്ടാകണം, അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദമാകണം എന്നതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല, ആ രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഒരു പുരുഷനായിട്ടുള്ള ഒരു കോ ആർട്ടിസ്റ്റ് ഒരു നടിയോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് നമുക്ക് ട്രോമ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനം അവർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത കൂടിയാണ്. അതിനെ ട്രിവിയലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായേക്കാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിനെ ഒരു തമാശയായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഇപ്പോ ആ പുരുഷനുമായിട്ട് അത്രത്തോളം സൗഹൃദമുണ്ടെങ്കിൽ അതിനെ അങ്ങനെ കാണുകയോ ഒക്കെ തന്നെ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, ലിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി അവരോട് ആ രീതിയിലത്തേക്ക് ഒരാൾ സംസാരിച്ചാൽ അതിന് താല്പര്യപ്പെടുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള ഒരു തരത്തിലുമുള്ള ബന്ധം ഈ 2 വ്യക്തികൾ തമ്മിലില്ല. അതുകൊണ്ട് അവരതിനെ ഒരു തരത്തിലും എന്റർടൈൻ ചെയ്യുന്നില്ല. അവരുടേതൊരു വെൽക്കം മൂവ് അല്ല. അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ ട്രോമയുണ്ടാകും. അപ്പൊ അതിന് ട്രോമയുണ്ടാകും എന്ന് അറിയേണ്ടത് മാലാ പാർവതിയാണ്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാകും എന്നതിനെ മനസ്സിലാക്കി അതിശക്തമായ രീതിയിലത്തേക്കുള്ള പ്രതികരണം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മൊത്തത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന രീതിയിലത്തേക്ക് ഇതിനെ അഡ്വക്കസി ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി അതിനെ ട്രിവിയലൈസ് ചെയ്യുകയും ഓടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കാൻ കഴിയുന്നതാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഹേവിയറിനെ നോർമലൈസ് ചെയ്യുകയാണ്, ആ ബിഹേവിയറിനെ ട്രിവിയലൈസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരികയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് വരികയും ചെയ്താൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കൊണ്ട് നിലവിൽ അങ്ങനെ പറയാത്ത മറ്റൊരു ആർട്ടിസ്റ്റ് ഒരു കോ ആർട്ടിസ്റ്റിനോട് ഈ രീതിയിലത്തേക്ക് സംസാരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പിന്നെ ഈ പറഞ്ഞിരിക്കുന്നതിൽ, അതായത് ഓടാ എന്ന് പറഞ്ഞാൽ മതിയെന്നോ അല്ലെങ്കിൽ ഇതൊരു ട്രോമയായിട്ട് കരുതേണ്ടതില്ല എന്നുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പറയുന്നത് എന്താണെന്നറിയോ, സ്ത്രീകൾക്ക് കുറച്ചുകൂടി തൊലിക്കെട്ടി വേണമെന്നാണ്. നിങ്ങളൊരു ഡെവലപ്പ്
ഘട്ടത്തിൽ വിൻസി ഇത്തരം അനുഭവം ഉണ്ടായപ്പോൾ നമുക്കറിയാം അവരൊരു പൊതുചടങ്ങിൽ പറയുകയാണ്, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി സഹകരിക്കില്ല. അതവരുടെ അനുഭവം കൊണ്ടാണ് പറഞ്ഞതാണ്. പിന്നീട് അവർ ഇത് അവരുടെ യൂട്യൂബ് ചാനൽ കൂടി അവർ പുറത്തു പറയുന്നു, നടൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ തന്നെ പലപ്പോഴും പല വ്യാഖ്യാനങ്ങൾ വന്നു. അവർക്ക് സമ്മർദ്ദം ശക്തമായപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനകൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പേരും ചേർത്ത് പരാതി കൊടുക്കാൻ അവർ അപ്പോഴാണ് തയ്യാറായത്. അല്ലാതെ നിയമ നടപടിക്കും ഒന്നും അവർ അത്തരത്തിൽ നിയമ നടപടിയിലേക്ക് പോലും അവർ കടന്നിട്ടില്ല. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ അവർ തുറന്നു പറയുകയും അവരുടെ സംഘടനയിൽ അവർ പരാതിപ്പെടുകയും മാത്രമാണ് ചെയ്തത്. മറ്റൊരു തലത്തിലും അവർ പോയിട്ടില്ല. എന്നിട്ട് പോലും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ നേരിടുകയാണ്. അല്ല, നോക്കൂ, ഇതില് ഞാൻ കാണുന്നതിന്റെ പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ്മെന്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ അവർ പരാതി കൊടുത്തിരിക്കുന്ന ICC ഉൾപ്പെടെയുള്ള 4 സംഘടനകളും, ആ 4 സംഘടനകളിലും അവർക്ക് നിയമപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഈവൻ ICC ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി ആണെങ്കിൽ പോലും 2013 പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസസ് ആ ആക്ട് അല്ലെങ്കിൽ പോഷ് ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡി മാത്രമാണ്. അപ്പൊ അതിനും കിട്ടുന്ന പരാതികളെ നേരെ FIR ഇടുന്നതിന് വേണ്ടിയിട്ട് പോലീസിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു റൈറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഒന്നും അല്ല ICC എന്ന് പറയുന്നത്. അതിന് പറ്റുന്നത് കുറേയധികം റെക്കമെൻഡേഷൻസ് ആ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് വലിയ അധികാര പരിധിയൊന്നും അതിനില്ല. പിന്നെ ഈ പറയുന്ന അമ്മ പോലെയുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഫിലിം ചേംബർ തുടങ്ങിയ കമ്മിറ്റികൾക്കൊന്നും തന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഇടപെടാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്കോപ്പുമില്ല. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്, സപ്പോസ് ഈ ഒരു ഹരാസ്മെന്റ് ഉണ്ടാകുന്നത് സിനിമ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്നല്ല, അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ നിന്നല്ല എന്ന് വെച്ചോളൂ, പുറത്തു വെച്ച് ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാര്, നടന്മാര്, നടിമാര് ഇവരൊക്കെ പോകുന്ന സമയത്ത് ഈ പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള നിരവധി ആൾക്കാർ ഇവരുടെ ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സെൽഫിക്ക് വേണ്ടിയിട്ടോ ഒക്കെ വരാം. അപ്പൊ ആ സമയത്ത് ഒരു ബാഡ് ടച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബാഡ് കമന്റ് ഉണ്ടാകാം. അവിടെ ഒന്നും തന്നെ നമുക്ക് ഈ ICCയോ ഫിലിം ചേംബറോ ഈ അമ്മയോ മാക്ടയോ ഒന്നും തന്നെ ഹെൽപ്പിന് വരില്ല. പകരം എന്താ ചെയ്യുക, നമ്മൾ ലോ എൻഫോഴ്സ്മെന്റിനെ തന്നെ അവിടെ ആശ്രയിക്കണം. അപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒരു സാമൂഹിക ജീവികളാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം അവർക്കും ബാധകമാണ് എന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് സധൈര്യം ഈ ആൾക്കാരെ നെയിം ആൻഡ് ഷെയിം ദം, ദെൻ ഫയൽ എ പോലീസ് കംപ്ലൈന്റ്. അത് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായി അക്കൗണ്ടബിൾ ആയി നിൽക്കുക. ഇത് പഴകിയ കേസുകളിലാണെങ്കിൽ പോലും ഒരു സ്റ്റെർലിംഗ് വിറ്റ്നസ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിയമം നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വശമാണ്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നൂലാമാലകൾ, ഇതൊരു tedious ആയിട്ടുള്ള പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് അവസരം കുറയുമെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാനൊരു പ്രോജക്റ്റിനെ കമ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം എനിക്കൊരു പക്ഷേ ഒരു കോർട്ട് ഹിയറിംഗ്, ഒരു പോലീസ് നടപടി, ഈ കാര്യത്തിന് വേണ്ടി സഹകരിക്കേണ്ടി വരിക. ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴും കാണുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതിൽ നമുക്ക് 2 അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷെ അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അവർക്ക് അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കമന്റുകൾ പറയുന്ന ഒരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കമന്റ് വരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കൊരു തിക് സ്കിൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ട്രിവിയൽ ആയിട്ട് നിങ്ങൾക്ക് കരുതാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ട്രോമ ഉണ്ടാകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ മോശം ബിഹേവിയറിന്റെ ഒരു തരത്തിൽ ഇത് നോർമലൈസ് ചെയ്യുകയാണ്, അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയന് ഒരു വെയിറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പ്രാക്ടീസസിനെ സ്വാധീനിക്കാനായിട്ടുള്ള വലിയ ശക്തി നമ്മളൊരു പബ്ലിക് ഫിഗറായി നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ട് എന്നതിന്റെ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി നമുക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ പീഡകരായിട്ടുള്ള ആൾക്കാരെ ഏതെങ്കിലും രീതിയിലേക്ക് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ലോകം, ഇവരൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന രീതിയിലത്തേക്ക് സ്ത്രീയാണ് കൂടുതൽ ഒതുങ്ങേണ്ടത്, പരുവപ്പെടേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ പ്രൊഫഷണൽ നിന്നുകൊണ്ട് കാണിക്കുന്ന ഒരു ചതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഞാൻ കാണുന്നില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ സിനിമയിൽ തന്നെയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ഹാർഡ്ഷിപ്പിനെ പറ്റി പലപ്പോഴും വോക്കലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ തന്നെ ട്രിവിയലൈസ് ചെയ്യുകയും നോർമലൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പുരുഷന്മാർക്ക് കൂടുതലായിട്ടുള്ള തോന്നാനുള്ള സാധ്യതയാണ്. അതല്ല ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എന്റെ ഉത്തരം.